അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഹങ്കാരം അത് വളരെ അപകടം പിടിച്ച ഒരു സ്വഭാവമാണ്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും അഹങ്കാരം എന്തെന്ന് മനസ്സിലായിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ അഹങ്കാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ നിസ്സാരമായിട്ട് കാണലും സത്യത്തെ അംഗീകരിക്കാതിരിക്കലും. ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും ആ സ്വഭാവമുണ്ട്. അതായത് പല വിഷയത്തിലും അല്ലാഹുവിൻ്റെ റസൂൽ അഹങ്കാരത്തിനെ പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിര്യാണിക്ക് കീഴേ മുണ്ട് പോവുക, മുണ്ട് താത്തി കൊടുത്തുന്നതായിട്ട് അത് കയറ്റിയെടുക്കാൻ പറയുമ്പോൾ ഞാൻ അഹങ്കാരത്തോടെ എല്ലാം ചെയ്തേക്കണമെന്ന് പറയും. പക്ഷേ മുണ്ട് താന്ന് കിടക്കുന്നത് അഹങ്കാരമാണ്. അങ്ങനെ താന്ന് കിടക്കേണ്ടത് തന്നെ അഹങ്കാരമാണ്. അഹങ്കാരം ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല, അഹങ്കാരത്തിൽപ്പെട്ടാണത്. അതേപോലെ തന്നെ ഖുർആനിലും ഹദീസിൽ വന്നൊരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുക ആണ് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. എന്താ അപ്പോൾ അത് അഹങ്കാരത്തിൽപ്പെട്ടു. സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. ഇപ്പോൾ വളരെ പാവപ്പെട്ട ഒരാൾ, സമൂഹത്തിൽ പണവും പ്രതാപമൊന്നുമില്ല, ഒരു പ്രമുഖനൊന്നുമല്ല, അയാളൊരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാണ്ടിരിക്കുക, അതിനെ നിസ്സാരവൽക്കരിക്കുക, അത് അഹങ്കാരമാണ്. അപ്പോൾ ഈ അഹങ്കാരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ മനുഷ്യനക്ക് അഹങ്കാരം വന്ന് കൂടിക്കഴിഞ്ഞാൽ അവൻ നശിക്കും. ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികളാ ജനതകൾ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കില്ല എന്ന്. അപ്പോൾ ഖുർആനും ഹദീസും ആ വിഷയത്തിൽ ഏകോപിച്ചേക്കാണ്. മനസ്സിലാ? അപ്പോൾ ചിന്തിക്കേണ്ട വിഷയമാണത്, അഹങ്കാരത്തിൻ്റെ കാര്യം. അഹങ്കാരം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.